ബി.ജെ.പിയെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാക്കി മാറ്റിയത് രാമക്ഷേത്ര പ്രക്ഷോഭമാണ്. സംഘപരിവാർ ഗുണ്ടാ സംഘം ബാബറി മസ്ജിദ് തകർത്തു. ഒരു യുക്തിയുമില്ലാത്ത ഒരു സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തി. ഇപ്പോഴിതാ ആ രാമക്ഷേത്രം ചോർന്നൊലിക്കുകയാണ്. മോദി ഭരണത്തിന് കീഴിൽ നടക്കുന്ന ക്രമക്കേടുകളുടെ പ്രതീകമായി രാമക്ഷേത്രം മാറിയിരിക്കുന്നു. അയോധ്യയിൽ മഴ പെയ്തു. അതോടെ രാമന്റെ വിഗ്രഹം സ്ഥാപിച്ച കെട്ടിടത്തിന്റെ മേൽക്കൂര ചോരാൻ തുടങ്ങി. ചോർച്ചടയ്ക്കണം, അല്ലെങ്കിൽ മഴക്കാലത്ത് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ വരാനാകാത്ത അവസ്ഥയുണ്ടാകും. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ഭരണാധികാരികൾ അറിയപ്പെടുന്നത് വികസന പദ്ധതികളിലൂടെയാണ്. എന്നാൽ നരേന്ദ്രമോദി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലൂടെയാണ്. വിഷയം വിശ്വാസമല്ല, വിശ്വാസം ആളിക്കത്തിച്ചുള്ള വർഗീയതയാണ്. आज हमारे राम आ गए हैं. सदियों की प्रतीक्षा के बाद हमारे राम आ गए हैं. 1800 കോടി രൂപയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി ആകെ ചെലവഴിച്ചത്. പക്ഷേ ഏറെക്കാലം വീർപ്പൊഴുക്കി വാങ്ങിയ ഭൂമിയും നിർമ്മിച്ച കെട്ടിടങ്ങളുമെല്ലാം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി വിട്ടുകൊടുത്ത ഈ പാവങ്ങൾക്ക് ലഭിച്ചത് നക്കാപ്പിച്ച മാത്രം. यहाँ पर कम से कम अयोध्या में करोड़ों की मस्जिद है, लेकिन सब सड़क में चला जा रहा है. लेकिन सरकार को ये ध्यान में रखना चाहिए, थोड़ी सी सरकार भी गलती होती है. अब हमारा मकान कम से कम ऐसा बनवाने में, यहाँ से वहाँ तक बनवाने में 60-70 लाख की लागत इस समय लगेगा. 60-70 लाख. लेकिन सरकार ने जिसका मकान तोड़ा है, हमको सरकार ने ज़मीन भी दिया और पैसा भी दिया, लेकिन पैसा हमको उतना नहीं मिला कि जितना हम अपने परिवार को जिला सकें और अपने मकान को परवरिश कर सकें. 1800 കോടി രൂപ മുടക്കി കെട്ടി ഉയർത്തിയ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ചോർച്ച. ക്ഷേത്ര നിർമ്മാണത്തിന്റെ കരാറുകൾ എല്ലാം ലഭിച്ചത് മോദിയുടെ വിശ്വസർക്ക്. ക്രമക്കേട് വ്യക്തമാണ്. പക്ഷേ ആർക്കുമെതിരെ കാര്യമായ നടപടി ഉണ്ടായില്ല. ചോദ്യം ചെയ്തവരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ചാലും ഒട്ടും അത്ഭുതമില്ല. മോദി की गारंटी है. ചോർച്ച രാമക്ഷേത്രത്തിൽ മാത്രമല്ല, മോദി ഉദ്ഘാടനം ചെയ്ത വൻ പദ്ധതികളിലും വൻ ചോർച്ചയാണ്. മോദിയുടെ ഏറ്റവും വലിയ വികസന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു മുംബൈയിലെ അടൽ സേതു കടൽപ്പാലം. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽപ്പാലത്തിനായി വിനിയോഗിച്ചത് 18,000 കോടി രൂപ. ഉദ്ഘാടനം നടന്ന 6 മാസങ്ങൾക്കകം പാലത്തിൽ നിറയെ വിള്ളലുകൾ.